എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യകളിൽ കേമനാണ് നാടൻ സാമ്പാർ. പച്ചക്കറികളും പരിപ്പും കായത്തിൻ്റെ രുചിയുമൊക്കെയാണ് സാമ്പാറിന്. ഓണത്തിന് സദ്യയൊരുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ തന്നെ ഏറ്റവും മികച്ച സാമ്പാർ തയ്യാറാക്കാം. 1/4 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ പരിപ്പിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായ പച്ചക്കറി ചേർക്കുന്നതിനായിട്ട് എടുത്ത പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ്, അച്ചിങ്ങ, പച്ചക്കായ, ക്യാരറ്റ്, മുരിങ്ങക്കായ എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറിയാണോ ഉള്ളത് അത് ചേർത്ത് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുമ്പോൾ മുരിങ്ങക്കായ ഇപ്പോൾ ചേർക്കുന്നില്ല. ബാക്കിയുള്ള പച്ചക്കറിയാണ് ആദ്യം ചേർക്കേണ്ടത്. വേവ് കൂടിയ പച്ചക്കറികൾ ആദ്യം ചേർത്ത് കൊടുക്കണം. വേവ് കുറഞ്ഞ പച്ചക്കറികൾ പുറമേ ചേർത്ത് കൊടുക്കണം. പകുതി വേവായ പരിപ്പിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ 3 പച്ചമുളക്, 6 വെളുത്തുള്ളി കൂടി ചേർക്കണം. ഞാൻ എടുത്ത വെളുത്തുള്ളി ചെറുതായതിനാലാണ് 6 എണ്ണം ചേർക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ 2 3 ചേർത്താൽ മതി. നേരത്തെ പരിപ്പിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അതിനാൽ പരിപ്പിനും പച്ചക്കറിക്കും വെന്ത് വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വെന്ത് വന്ന പച്ചക്കറിയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മുരിങ്ങക്കായ ചേർത്ത് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കേണ്ട വെണ്ടക്ക വഴറ്റിയെടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയ്ക്ക് ഒരു വഴുവഴുപ്പ് ഉള്ളതിനാൽ എണ്ണയിൽ കിടന്ന് വഴന്നു വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. വെണ്ട വഴന്നു വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ ഒരു പാകത്തിന് വെണ്ട വഴന്നു വന്നാൽ മതി. വെന്തു വന്ന പച്ചക്കറിയിലേക്ക് വെണ്ട ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ എന്നിവ നേരത്തെ വെണ്ട വഴറ്റിയ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് പൊടികൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി തിളച്ചു വന്ന പൊടികൾ വെന്തു വന്ന പച്ചക്കറിയിലേക്ക് ചേർത്ത് ഇളക്കി പച്ചക്കറിയായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പുളി ആവശ്യമാണെങ്കിൽ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളൻപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ഇപ്പോൾ ചേർക്കുന്നില്ല. സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവ് ചേർക്കുന്നതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് കൊടുത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് ജീരകവും പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കണം. സാമ്പാർ പൗഡർ മൂത്ത് വരുമ്പോൾ ആ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവ് കറിയിലേക്ക് ചേർത്ത് 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മാത്രമേ കറി ഇളക്കിയെടുക്കാവുള്ളൂ. ഈ സമയം കറിക്ക് ഇച്ചിരി ലൂസ് തോന്നുമെങ്കിലും കറി ഇരിക്കുന്നതനുസരിച്ച് തടിപ്പ് കൂടുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.